നമസ്കാരം. റഷ്യൻ എണ്ണയുടെ പേര് പറഞ്ഞാണ് ചിലർ ഇന്ത്യയിൽ ഇപ്പോൾ രാഷ്ട്രീയ കളി നടത്തുന്നത്. കുറച്ചുപേരുടെ മനസ്സിന് അല്പം ഇളക്കം തട്ടാൻ ഈ നാടകം സഹായിച്ചേക്കുമെങ്കിലും ഇതൊന്നും അധിക നാൾ നീണ്ടു നിൽക്കുന്ന കാര്യമൊന്നുമല്ല. ഇന്ത്യക്ക് എന്താണ് വേണ്ടത് അതിനനുസരിച്ചുള്ള നയങ്ങൾ മാത്രമാണ് ഇന്ത്യ സ്വീകരിച്ചിട്ടുള്ളത്. അതല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവിടെ അടിയറവ് വെക്കുന്ന ശീലം പണ്ടേ ഇന്ത്യക്കില്ല. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ആയിരുന്നല്ലോ പോയ വാരത്തിലെ ചർച്ചകളൊക്കെയും. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി നിർത്താൻ ഇന്ത്യ സമ്മതിച്ചു എന്ന അമേരിക്കയുടെ അവകാശവാദങ്ങൾ വെറും പൊള്ളയാണെന്ന് പറഞ്ഞ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ ഇറക്കുമതി തീരുമാനങ്ങൾ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കല്ല, മറിച്ച് ലഭ്യത, ചിലവ്, റിസ്ക് എന്നിവയ്ക്കാണ് മുൻഗണന നൽകുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മ്യൂണിക് സുരക്ഷാ സമ്മേളനത്തിൽ സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ അഭിപ്രായ പ്രകടനം. റഷ്യക്കെതിരെ അമേരിക്ക ഉപരോധം കടുപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങില്ലെന്ന് വാഗ്ദാനം ചെയ്തതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ജയശങ്കറിന്റെ വായടച്ചുള്ള ശക്തമായ പ്രതികരണവും മുന്നോട്ട് വന്നത്. ഇന്ത്യയുടെ വിദേശ നയം ചരിത്രപരമായി സ്വതന്ത്രമാണെന്നും അത് ഏതെങ്കിലും രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്കായി മാറ്റം വരുത്തില്ലെന്നും ജയശങ്കർ പറയുന്നു. നിങ്ങളുടെ ചിന്താഗതിയോട് യോജിക്കാത്ത തീരുമാനങ്ങൾ ഞാൻ എടുക്കുമോ എന്നാണെങ്കിൽ അത് സംഭവിച്ചേക്കാം എന്നാണ് അദ്ദേഹം നേരിട്ട് മറുപടിയും നൽകിയത്. ഇന്ത്യ റഷ്യൻ എണ്ണ ഉപേക്ഷിക്കുമെന്നും പകരം അമേരിക്കയിൽ നിന്ന് കൂടുതൽ വാങ്ങുമെന്നും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അവകാശപ്പെട്ടിരുന്നു. വ്യാപാര നികുതികൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ധാരണയെന്നാണ് വാഷിംഗ്ടൺ സൂചിപ്പിച്ചത്. ഇന്ത്യ അത്തരമൊരു ഉറപ്പ് നൽകിയതായി അമേരിക്കൻ ഉദ്യോഗസ്ഥരല്ലാതെ മറ്റാരും പറഞ്ഞിട്ടില്ലെന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് പ്രതികരിച്ചിട്ടുണ്ട്. നിലവിൽ ഇന്ത്യയുടെ ആകെ എണ്ണ ഇറക്കുമതിയുടെ 35% റഷ്യയിൽ നിന്നാണ്. വിലക്കുറവിൽ ലഭിക്കുന്ന റഷ്യൻ ക്രൂഡ് ഓയിൽ ഇന്ത്യയുടെ സാമ്പത്തിക ഭദ്രതയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന നിലപാടിലാണ് ന്യൂഡൽഹി. കോവിഡ്, ഉക്രൈൻ യുദ്ധം, ചൈനയുടെ വളർച്ച തുടങ്ങിയ പ്രതിസന്ധികൾ നിലവിലെ ആഗോള ഭരണ സംവിധാനത്തിന്റെ പരാജയം വെളിപ്പെടുത്തിയെന്നും ഐക്യരാഷ്ട്രസഭയിൽ അടിയന്തര പരിഷ്കരണം വേണമെന്നും ജയശങ്കർ ആവശ്യപ്പെട്ടു. ആഗോള ഊർജ്ജ വിപണി ഇന്ന് ഏറെ സങ്കീർണമാണെന്നും യൂറോപ്പിലെയും ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിലെയും കമ്പനികളെ പോലെ ഇന്ത്യയിലെ എണ്ണ കമ്പനികളും ലഭ്യതയും ചിലവും അപകട സാധ്യതകളും വിലയിരുത്തി തന്നെയാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. എല്ലാ കാര്യങ്ങളിലും എല്ലാ രാജ്യങ്ങളുമായും ഒരേ അഭിപ്രായം ഉണ്ടാകണമെന്നില്ല. എന്നാൽ പൊതുവായ താല്പര്യങ്ങൾ കണ്ടെത്താൻ ശ്രമിച്ചാൽ സഹകരണം സാധ്യവുമാണ്. മറ്റുള്ളവരുടെ ചിന്താഗതിയുമായി പൊരുത്തപ്പെടാത്ത തീരുമാനങ്ങൾ ഇന്ത്യ എടുത്തേക്കാമെന്നും, എന്നാൽ അത് രാജ്യത്തിന്റെ സ്വതന്ത്രമായ തീരുമാനമായിരിക്കും. ലോകം കൂടുതൽ ബഹുധ്രുവതയിലേക്ക് നീങ്ങുകയാണ്. സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഒട്ടേറെ അധികാര കേന്ദ്രങ്ങൾ ഇനിയും ഉയർന്നു വരുന്നതും നമുക്ക് കാണാം.